ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കൊറോണ വൈറസ് നമ്മുടെ മാർക്കറ്റിനെ അടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ താഴേക്ക് പോയി. നമുക്കറിയേണ്ടത് ഇത് എത്ര വരെ പോകാം, അല്ലെങ്കിൽ ഇത്രയും താഴേക്ക് പോകാനുള്ള കാരണം കൊറോണ വൈറസ് മാത്രമാണോ? ഇനി ഈ മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകുമോ? അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെ? ഇപ്പോൾ ബോട്ടം ഫിഷിങ്ങിന് പറ്റിയ സമയമാണോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ആദ്യമായിട്ട് മാർക്കറ്റ് താഴെ പോയതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. കൊറോണ വൈറസ് അല്ല, കൊറോണ വൈറസ് പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് കാരണം. 60-ൽ പരം രാജ്യങ്ങളിൽ കൊറോണ അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ചൈനയിൽ ഇത് തുടങ്ങിയപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഗ്ലോബലി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മാർക്കറ്റിന് ഇടിയാനുള്ള ടെൻഡൻസി കൂടിയത്. നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, വേൾഡ് വൈഡ് എല്ലാ മാർക്കറ്റും ഡൗൺ ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫിയർ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലോബലി ഒരു റിസഷന് വരെ സാധ്യതയുണ്ട് ഈ രീതിയിൽ വൈറസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഉടനെ എങ്ങും നമ്മുടെ മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യം. നിലവിലത്തെ സിറ്റുവേഷനിൽ ഉടനെ എങ്ങും അതിനുള്ള ഒരു ചാൻസ് ഇല്ലെങ്കിൽ പോലും കുറച്ച് പോസിറ്റീവ് സൈൻസ് ഒക്കെ കാണുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോന്റെ ഇടയ്ക്ക് ഒരു 3 സെക്കൻഡ് തടസ്സപ്പെടുത്തിക്കോട്ടെ. പുതിയതായിട്ട് 5 പൈസയിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. എന്റെ വാട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ അതിൽ ബന്ധപ്പെടാം. ഒരു വൈറസിന് ലോകം മൊത്തമുള്ള മാർക്കറ്റിനെ ഇതുപോലെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വൈറസിന് തീർച്ചയായിട്ടും കഴിയും. കാരണം ഇതിനിതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വാക്സിനേഷനും ഇല്ല. ഉടനെ തന്നെ വാക്സിനേഷൻ പുറത്തിറക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നുണ്ട്. എന്നാൽ പോലും അത് ജനങ്ങളിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞത് 4 മാസമെങ്കിലും പിടിക്കും. കാരണം ഒരു പുതിയ വാക്സിൻ അല്ലെങ്കിൽ ഒരു പുതിയ മെഡിസിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പല അനിമൽസിലും പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ മനുഷ്യനിലേക്ക് പ്രയോഗിക്കൂ. സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സമയം ആവശ്യമാണ്. അതുകൊണ്ട് പുതിയ വാക്സിൻ കൊറോണയ്ക്ക് വേണ്ടി വന്നാലും അതിന് ഏകദേശം ഒരു 3-4 മാസം ടൈം പിടിക്കും. പക്ഷേ അങ്ങനെ ഒരു ന്യൂസ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സ്പ്രെഡിങ് കുറേ കൂടി വേണം ഇതിൻ്റെ കൂടെ. വൈറസിന്റെ സ്പ്രെഡിങ് കൂടുന്തോറും ആൾക്കാർ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും അത് മാത്രമല്ല എല്ലാ ഭരണകൂടവും ആൾക്കാരെ പുറത്തിറങ്ങുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജനജീവിതം സ്തംഭിക്കുകയും ട്രാൻസ്പോർട്ടേഷൻ വലിയ രീതിയിൽ സാധ്യമാകാതെ വരികയും ചെയ്യും. ഇപ്പം ഇന്റർനെറ്റ് ബേസ്ഡ് ജോലിയെല്ലാം വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് പല IT കമ്പനികളും അവരുടെ സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ മീറ്റിങ്ങുകളും ഫാഷൻ ഷോ പോലുള്ള വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഫംഗ്ഷനുകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പണത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്ട് നിലച്ച മട്ടായതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 4 വർഷത്തെ ഏറ്റവും താന്ന വിലയിലേക്ക് ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില കൂപ്പുകുത്തിയത് നമുക്ക് കാണാൻ പറ്റും. 4500-600 നിന്ന് 3200 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ പുറത്തിറങ്ങുന്നില്ല, സഞ്ചരിക്കുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ നിശ്ചലമായിരിക്കുകയാണ്. വളരെ എംപ്റ്റി ആയിട്ട് ഉള്ള ബീജിങ്ങിലെയൊക്കെ പിക്ചേഴ്സ് മീഡിയയിൽ കൂടി നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ഈ വൈറസ് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരും ഇമ്മ്യൂണിറ്റി തീരെ കുറഞ്ഞവരും പ്രായമായ ആൾക്കാരൊക്കെയാണ് ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണമടയുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രോഗം ബാധിച്ച പലരും സുഖപ്പെട്ടു വന്നു. അതെല്ലാം പോസിറ്റീവ് ഫാക്ടർ ആണെങ്കിൽ പോലും ഈ വൈറസ് പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനെ കഴിഞ്ഞും ശക്തനാണ് എന്നാണ് WHO ഒക്കെ പറയുന്നത്. മരണത്തിലേക്ക് വരെ നയിച്ചേക്കുന്ന ഒരു വലിയ പകർച്ചവ്യാധി. ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വൈറസ് വളരെ പെട്ടെന്നാണ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 60-ന് മുകളിൽ രാജ്യങ്ങളിൽ വ്യാപിച്ചു. സോ ഇവിടെ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഒരു വാക്സിനേഷനോ മെഡിസിനോ ഒക്കെ കണ്ടെത്തിയില്ല എങ്കിലും ഈ രീതി തന്നെ തുടരും. പക്ഷെ നമുക്ക് കുറച്ച് പുറകോട്ട് പോയി നോക്കാം. സാർസ് വൈറസ് വന്ന ആ സമയത്തൊക്കെ എബോള, എയ്ഡ്സ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞായിരുന്നു. പിന്നീട് മാർക്കറ്റ് കുതിച്ചുയർന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ഒരു വൈറസ് ലോകത്തിന്റെ അവസാനമൊന്നുമല്ല. തീർച്ചയായിട്ടും ഇതിനെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. നമ്മുടെ ടെക്നോളജി അത്രയും വികസിച്ചിട്ടുണ്ട്. എന്നാൽ പോലും മുകേഷ് അംബാനിക്ക് 500 കോടിയോളം നഷ്ടം വരുത്താൻ ഈ ഒരു വൈറസിന് കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ വളരെ സേഫ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യയിൽ ഇതങ്ങനെ പടർന്നു പിടിക്കുന്നില്ല. ഇന്ത്യയിൽ ആരും മരിച്ചിട്ടില്ല. പലർക്കും രോഗം ബാധിച്ചു, അതെല്ലാം പുറത്തുനിന്നാണ്. ഇന്ത്യക്ക് അകത്ത് ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നില്ല.
രോഗം ബാധിച്ച എല്ലാവരും തന്നെ സുഖപ്പെട്ടു വരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആണെങ്കിലും ലോക മാർക്കറ്റുകൾ ഇടിയുമ്പോൾ ആ കൂടെ നമ്മുടെ മാർക്കറ്റും താഴേക്ക് പോവുകയാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇതിനൊരു റിക്കവറിക്ക് സാധ്യതയുണ്ടോ? മാർക്കറ്റ് റിക്കവർ ചെയ്യണമെങ്കിൽ ബയേഴ്സ് മാർക്കറ്റിലേക്ക് വരണം. വളരെ ആശ്വാസകരമായ ഒരു വിവരം, സെല്ലിംഗ് പ്രഷർ കുറയുകയും മാർക്കറ്റിൽ പതിയെ ബൈയിങ് പ്രഷർ കൂടി വരുന്നതായിട്ട് നമുക്ക് വെള്ളിയാഴ്ചത്തെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ ആണ്. ഒരു മാർക്കറ്റ് കയറി വരണമെങ്കിൽ അതിൽ ബൈയിങ് പ്രഷർ കൂടുകയും സെല്ലിംഗ് പ്രഷർ കുറയുകയും വേണം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും എന്താണ് ഈ സമയത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരി 1 മുതലുള്ള ഡേറ്റ നമുക്ക് എടുത്ത് നോക്കാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് കൂടുതലായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്. 1199 കോടിയുടെ സെല്ലിംഗ് ഫെബ്രുവരി 1 തീയതി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടത്തുകയുണ്ടായി. ഇതിന് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ്. 27 ഫെബ്രുവരിയും 26 ഫെബ്രുവരിയിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തത് 3000 കോടിക്ക് മുകളിലുള്ള ഷെയറുകളാണ്. ഇങ്ങനെ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇടിയും. ഇവർ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയുന്നത് നമുക്ക് പറയാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുന്നത് കൊണ്ടാണ് ഇവർ സെല്ല് ചെയ്യുന്നതെന്ന് പറയാം. ഇത് രണ്ടും കൂടെ യോജിച്ച് വരുമ്പോഴത്തേനും ഹ്യൂജ് ആയിട്ടുള്ള ഫാളാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ മാസത്തെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നേക്കുന്ന വ്യാഴാഴ്ചയും ബുധനാഴ്ചയുമാണ് 26/2, 27/2. ഇവിടെ നമുക്ക് ആശ്വാസമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 28 ഫെബ്രുവരി വെള്ളിയാഴ്ച ഇവരുടെ സെല്ലിംഗ് വളരെയധികം കുറഞ്ഞു. 1528 കോടിയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ സാധാരണഗതിയിൽ ഇത് മാറിയിട്ട് ഇവിടെ ബൈയിങ് വരണം, ആ സെല്ല് മാറിയിട്ട് ഇവിടെ ബൈ വരണം. ഇപ്പോഴും കൂടുതലും സെല്ല് തന്നെയാണ്, എന്നാൽ പോലും സെല്ലിന്റെ പേഴ്സൻറ്റേജ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം എടുത്താൽ നമുക്ക് ഫെബ്രുവരിയിലെ ഫുള്ള് ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർ സെല്ല് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈ ചെയ്യുന്ന അവർ ഏറ്റവും കൂടുതൽ ബൈ ചെയ്തേക്കുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. 28 ഫെബ്രുവരി 7621 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നടത്തിയേക്കുന്നത്. അതിനു മുമ്പും ഇവർ ബൈ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ 1000, 2000, 3000 കോടികളൊക്കെ ആയിരുന്നു. വെള്ളിയാഴ്ച എന്തോ വളരെ വലിയ ബൈയിങ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ കഴിഞ്ഞും ഭയങ്കര കോൺഫിഡന്റ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. അതിനുള്ള കാര്യങ്ങൾ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടി നമ്മുടെ മാർക്കറ്റിന്റെ ബൈയിങ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് മുകളിലേക്കുള്ള അടുത്ത ജേർണി സ്റ്റാർട്ട് ചെയ്യും. അതുടനെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കറ്റിന്റെ അടുത്ത ഒരു സപ്പോർട്ട് 11,100 ആണ്. ബ്രേക്ക് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയൊക്കെ ഡേറ്റകൾ ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഡേറ്റ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വളരെ കൂടിയ ബൈയിങ് നടത്തി എന്നത് മാത്രമാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് കുറച്ചു എന്നുള്ളതും പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ അവർ ബൈ സൈഡിലേക്ക് ഇതേവരെ എത്തിയിട്ടില്ല. ബൈ നടക്കുന്നുണ്ടെങ്കിലും ബൈയും സെല്ലും കൂടെ കൗണ്ട് ചെയ്യുമ്പോഴത്തേനും സെല്ലിംഗ് ആണ് കൂടുതലായിട്ട് വരിക. അതാണ് ഇവിടെ സെല്ല് ഡേറ്റ എന്നുള്ള രീതിയിലല്ല നെഗറ്റീവ് പിക്ചറിൽ കാണിച്ചേക്കുന്നത്. അപ്പം മാർക്കറ്റിന്റെ സിറ്റുവേഷനൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് മുകളിലേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുവാണെങ്കിൽ വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ പറഞ്ഞുതരാം. ആദ്യത്തെ സ്റ്റോക്ക് കെന്ന മെറ്റൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നല്ലൊരു സപ്പോർട്ടിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഇടിഞ്ഞിട്ട് പോലും ഏറ്റവും വലിയ ഇടിവ് അതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നത്. എന്നിട്ട് പോലും ഈ ഒരു സ്റ്റോക്ക് 13% മുകളിൽ അപ്പായി. അതുകൂടാതെ തന്നെ 87% മുകളിൽ ഡെലിവറി പെർസെൻറ്റേജും ഉണ്ട്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് നോക്കാനുള്ള കാരണം. അടുത്ത സ്റ്റോക്ക് ബയ്യർ ക്രോപ്പ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന്റെ ഡാറ്റ നോക്കി നമുക്ക് മനസ്സിലാവും കൊറോണ വൈറസ് ഒന്നും ഇതിനെ ബാധിച്ചിട്ടേ ഇല്ല. വളരെ നല്ല രീതിയിൽ ഇത് അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ചെറിയ കറക്ഷൻ വന്ന് നോർമലി ആ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന കറക്ഷനാണ്. അതിപ്പോൾ കൊറോണ വന്നില്ലെങ്കിലും ആ സ്റ്റോക്കിൽ ആ കറക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. വെള്ളിയാഴ്ച 84% ഡെലിവറി ഡേറ്റ ഉള്ള ഒരു സ്റ്റോക്കാണ് ഈ ബയ്യർ ക്രോപ്പ്. ചാർട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് ഒരു സൈൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളിൽ ഒന്ന് ഈ ഒരു സ്റ്റോക്കാണ്. അടുത്ത HDFC ബാങ്ക് നല്ലൊരു സപ്പോർട്ട് ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് താഴേക്ക് പോയ അന്ന് ആ സ്റ്റോക്ക് വലിയ കാര്യമായിട്ട് താഴേക്കൊന്നും പോയിട്ടില്ല. മൂവ്മെന്റ് മുകളിലേക്കും താഴേക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു പോസിറ്റീവ് ചെറിയൊരു പോസിറ്റീവ് ഡോജി എന്നൊക്കെ പറയാം ആ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഏകദേശം ആ സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ വളരെയധികം കുറഞ്ഞു എന്ന് നമുക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാകും. മാർക്കറ്റ് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്ത പറക്കാൻ സാധ്യതയുള്ള വളരെ നല്ല നിഫ്റ്റി 50യിൽ പെട്ട സ്റ്റോക്കാണ് HDFC ബാങ്ക്. അടുത്ത സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത സ്റ്റോക്കാണ് ആക്സോ ഇന്ത്യ. ആക്സോ ഇന്ത്യ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ രീതിയിലേക്ക് മുകളിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഇടിഞ്ഞിട്ടില്ല എന്നാണ് ഈ സ്റ്റോക്കിന്റെ ഒരു പ്രത്യേകത. അതായത് ഈ സ്റ്റോക്ക് കൊറോണ വന്നൊന്നും അറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല
നമ്മുടെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ വെള്ളിയാഴ്ച ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതാണ് കണ്ടത്. ഏകദേശം നല്ല പേഴ്സൻറ്റേജോളം ഇത് മുകളിലേക്ക് പോയി. ആക്സോ ഇന്ത്യ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. വളരെ മൂടി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. എന്നിട്ട് പോലും ഈ വൈറസും ഈ കാര്യങ്ങളും ഇത്രയും ബഹളം ഉണ്ടായിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടത് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം പച്ച കത്തണം. എല്ലാം ഒന്നും കത്തിയില്ലെങ്കിലും കുറെയെങ്കിലും ഒക്കെ പച്ച കത്തണം. എവിടെയെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് തീപ്പൊരിവട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ പെട്ടെന്ന് കുതിച്ചു കയറി വരുന്നത് ഇതിനു മുമ്പും പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഹിസ്റ്റോറിയിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഓൾറെഡി നിങ്ങൾ പലയിടത്തും വായിച്ചൊക്കെ കാണും. അപ്പോൾ ഏകദേശം നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് മാർക്കറ്റ് ഇടിയാൻ കാരണം, മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത ആഴ്ച വളരെ പെട്ടെന്ന് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വാച്ച് ചെയ്ത് ട്രേഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളുടെ ഒരു ചെറിയ ലിസ്റ്റ്, വലിയ ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇനി നമുക്ക് സ്റ്റോക്ക് പിക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. നിലവിലുള്ള സ്റ്റോക്കുകളും താഴേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ സെല്ല് ചെയ്ത് മാറിയിട്ട് അതിൻ്റെ കുറഞ്ഞ വില വരുമ്പോൾ ബൈ ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നു. കുറേ സ്റ്റോക്കുകളെല്ലാം അങ്ങനെ വിറ്റ് കളഞ്ഞു. വിൽക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഒരു നോട്ട് ബുക്കിൽ കുറിച്ചിടുന്നത് നന്നായിരിക്കും. കാരണം കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിത് മറന്നു പോകും. എന്തായാലും ബോട്ടം ഫിഷിങ്ങിനുള്ള സമയമായോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മുന്നിൽ നിൽക്കുന്നു. വരുന്ന ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഡെയിലി ചാർട്ടിൽ പ്രതീക്ഷപ്പെടാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.